എല്ലാവരും ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പം ആശംസിക്കുക കൂടി ചെയ്യുന്നു. ഞാൻ എന്താ പറയണ്ടേ, ശരി, യഥാർത്ഥത്തിൽ എനിക്ക് സിനിമ ഇഷ്ടമായി. വളരെ നല്ല സിനിമ, വളരെ നന്നായിട്ട് നിങ്ങൾ അഭിനയിച്ചു. അപ്പം ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു. അപ്പം ഷൈൻ്റെ പെർസ്പെക്റ്റീവിലല്ല, ഷൈൻ ഒരു വലിയ ഗ്രേറ്റ് ഡയറക്ടർ, നമ്മൾ ആ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കാലടിയിലാണ് പഠിച്ചത്. അപ്പം ഞാൻ കാലടിയിലെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഏതോ ഒരു തിയേറ്റർ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ഞാൻ പോയി. അപ്പോൾ വലിയൊരു പ്ലേ, നമ്മുടെ വിനോദ് ചെയ്യണ പ്ലേ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കോറസ് ആയിട്ട് ഒരാൾ നിന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇയാളെ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ബേസിക്കലി ആക്ടേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇയാളുടെ ഒരു കോറസാണ്, മെയിൻ ആക്ടറൊക്കെ വേറെ, കോറസ് ഒരു 5 പേര് 6 പേരുണ്ട്. പിന്നെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര രസമായിട്ട് ജില്ലേശം തടിയൊക്കെ ഉള്ള ഒരാൾ. അപ്പം ഞാൻ ഈ മെയിൻ ആക്ടേഴ്സിനെ ശ്രദ്ധിക്കാതെ ഞാൻ ഇയാളെ തന്നെ ഇങ്ങനെ നാടകം കഴിയണ ഒരു 1.5 മണിക്കൂർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാടകം കഴിഞ്ഞ് ഞാൻ ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളും വളരെ നല്ല നടനാണ്. സാധാരണ കോറസുകാരുടെ അടുത്തത് അങ്ങനെ ആരും പറയില്ലല്ലോ. നിങ്ങൾ വളരെ നടനാണ്, ഭയങ്കര രസമുണ്ട്, നിങ്ങൾ ഇനിയും അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ പേര്? ആ പുള്ളി പറഞ്ഞു, എൻ്റെ പേര് ദിലീഷ് പോത്തൻ. അവ എൻ്റെ ജൂനിയർ ആയിട്ടാണ് ദിലീഷ് അവിടെ പഠിച്ചിരുന്നത്. പിന്നീട് ദിലീഷ് ഞങ്ങൾ ഒരുമിച്ച്, പിന്നെ ഈ അടുത്ത് കാപ്പയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആണ് നമ്മൾക്ക് അതിൻ്റെ വൈബ് കിട്ടുക. കയറി പിടിക്കണ കാര്യമല്ല പറയാം, ടച്ച് ചെയ്യുമ്പോൾ. കാരണം നമ്മളിപ്പോൾ തൊട്ടടുത്തൊരു ഒരാളിരിക്കുമ്പോൾ നമ്മുടെ അയാളുടെ കാലിൽ മുട്ടില്ലേ, പെട്ടെന്ന് നമ്മൾ കാലെടുത്ത് മാറ്റും. അത് സമയം വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ കാലവിടെ അങ്ങനെ ചേർത്തി വെക്കും. അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എപ്പോഴും പറയില്ല, നമ്മുടെ മൂക്കിന്റെ തുമ്പ് വരെ വേറൊരാൾക്ക് ഫ്രീഡം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഫ്രീഡം ഉണ്ടാവില്ല. പക്ഷെ ആ മൂക്കിന്റെ തുമ്പ് കഴിഞ്ഞും ഫ്രീഡം ഉള്ള ചില ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് എല്ലാവരുടെയും ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി എനിക്ക് അത് തന്നെ ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടത്. പക്ഷെ എല്ലാവരും അവരവരുടെ, കാരണം ഒരു നമുക്കിങ്ങനെ അതിഭാവുകത്തോ അല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള പോലെ തോന്നാത്ത രീതിയിൽ പ്രശാന്ത് അതിനെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ക്യാമറയെ ഫേസ് ചെയ്തതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു കോൺസെപ്റ്റ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. ശരിക്കും വിളിച്ചത് നന്നായി. ഞാൻ ഇന്നലെ എത്തിയുള്ളൂ, വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ആരാന്ന് പറയാം, എല്ലാരും സൂപ്പറായിരുന്നു. എനിക്ക് അവസാനത്തെ എടുത്തു പറയാൻ കാരണം നമ്മൾ ഒരുപാട് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാനും പല ആക്ടിങ് വർക്ക്ഷോപ്പുകൾ എടുക്കാറുണ്ട്. ഈ വരുന്ന 3 ദിവസം 10, 11, 12 ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ട്. ആക്ടിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ്ലി ആ 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് മറ്റൊരാളോട് പ്രസന്റ് ചെയ്യാനേ അവരിൽ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഉള്ളിൽ ആ സാധനം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പോയി അതൊരു പ്രൊഡക്റ്റായി നിങ്ങളുടെ കയ്യിലെത്തിയാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നാളെ പിന്നകത്ത് ഗംഭീര പെർഫോമൻസ് ചെയ്ത ആൾക്കാരുണ്ട്. ഗംഭീര പെർഫോമൻസ്, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഒരാളെ പറയുമ്പോൾ മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാന്ന് എഴുതിട്ട് എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ റിസോർട്ടിലെ ക്യാരക്ടർ ദാസപ്പനോ എന്താണ്, ദാസപ്പൻ കുട്ടൻ കീഴിലേക്ക് വന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവില്ലേ, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ? ടേക്കുകൾ പോകുന്നു, അപ്പോൾ ടെൻഷൻ ആവുന്നു, അയ്യോ ഇങ്ങനെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കുറെ സാധനങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ടാവില്ലേ? നമ്മൾ റൂമിൽ നിന്ന് അഭിനയിച്ച എത്രയോ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ചെയ്ത്ത് എന്ന് പറഞ്ഞൊരു സാധനമാണത്, അല്ലേ? ചെയ്ത്തിലൂടെ പഠിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം
ഇപ്പം ഇതുപോലെ വർക്ക്ഷോപ്സ് ഉണ്ടാവാറുണ്ട് ആക്ച്വലി. അതായത് നമ്മൾ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പിന്നെ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു, ചെയ്യിക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യാത്രയാണ്. ഈ യാത്ര എന്ന് പറഞ്ഞ രണ്ട് എന്താ ചാലഞ്ചസ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഇത് പ്ലാൻ ചെയ്യണ്ടേ, ഇത് പോവാൻ വേണം, ഇതിന്റെ ക്രിയേറ്റിവിറ്റി നോക്കണം, ഇവരെ അഭിനയിപ്പിച്ചെടുക്കണം, പഠിപ്പിച്ചെടുക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞത് അത്തരം ഒരു വലിയ സംരംഭത്തിന്റെ പ്രൊഡക്റ്റാണ് ഈ സാധനം എന്നുള്ളതാണ്.